Hi dear students, the next topic in our syllabus is spherical polar coordinates. You have already learned the spherical polar coordinates system in the earlier classes. That is, if I want to represent the point P, that is in the three-dimensional Cartesian coordinate system, it is represented by x, y, z, and the connection of these Cartesian coordinates to the spherical polar coordinates is represented by this expression, that is x is equal to r sine theta cos phi, y is equal to r sine theta sine phi, z is equal to r cos theta. Here first we will discuss how these equations are obtained. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ത്രീ ഡയമെൻഷനിലെ ഒരു പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്ന് കോർഡിനേറ്റ്സ് വേണം, എക്സ് വൈ സെറ്റ്. ഈ എക്സ് വൈ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മൂന്ന് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്, മൂന്ന് പെർപെൻഡിക്കുലർ പ്ലെയിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. പോളാർ കോർഡിനേറ്റ്സ് സിസ്റ്റത്തിലെ ഈ പോയിന്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ഇൻഡിപെൻഡൻറ്റ് ആക്സിസ് നമുക്ക് വരയ്ക്കാം, എക്സ് വൈ സെറ്റ് എന്ന് പറയാം. സ്പേസിലെ ഒരു പോയിന്റ് നമുക്ക് പരിഗണിക്കാം, എന്നിട്ട് ഒറിജിൻ സെൻറ്റർ ആക്കിക്കൊണ്ട് ആ പോയിന്റിലൂടെ ഒരു സ്ഫിയർ അങ്ങ് വരയ്ക്കാം. സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്നും ആ പോയിന്റിലേക്ക് നമ്മളൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് സ്ഫിയറിൻ്റെ റേഡിയസ് ആയിരിക്കും. ദിസ് ഈസ് എ ഫസ്റ്റ് പാരാമീറ്റർ, ദാറ്റ് ഈസ് കോൾഡ് ആർ. ഈ ആർ സെഡ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ, ദാറ്റ് ഈസ് കോൾഡ് പോളാർ ആംഗിൾ. ഈ പോയിന്റിൽ നിന്നും എക്സ് വൈ പ്ലെയിനിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. നൗ ജോയിൻ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ ഒറിജിൻ. മീറ്ററാണ് അസീമുത്തൽ ആംഗിൾ എന്ന് പറയും, അതായത് എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ. Therefore, a point in a spherical polar coordinate system is represented by three coordinates, that is r, theta, phi. ഇനി നമുക്ക് ഈ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലേക്ക് മാറ്റാം. പോയിന്റിൽ നിന്നും z ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരയ്ക്കുക. റേഡിയസ് വെക്റ്റർ z ആക്സിസിലേക്കുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആയതുകൊണ്ട് പെർപെൻഡിക്കുലറിലേക്കുള്ള ദൂരം r cos θ എന്ന് എഴുതാം. ഈ r cos θയാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ z എന്ന് പറയുന്ന കോർഡിനേറ്റ്. ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഈസ് r sin θ. അതുകൊണ്ട് ഈ സൈഡിൻ്റെ നീളവും r sin θ തന്നെ ആയിരിക്കും. Now let us draw perpendicular from foot to x and y axis. x ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ഫൈ ആയതുകൊണ്ട് ഈ ലെങ്ത്തിന് നമുക്ക് r sin θ cos phi എന്ന് എഴുതാം. ഇതാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ ആ പോയിന്റിൻ്റെ x കോർഡിനേറ്റ്. അതുപോലെ y കോർഡിനേറ്റ് ഓഫ് ദാറ്റ് പോയിന്റ് ഈസ് r sin θ sin phi. അതായത് ഈ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് r തീറ്റ ഫൈനെ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കതിനെ r sin θ cos phi, r sin θ sin phi, r cos θ എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി a point in a spherical polar coordinate system can be represented by x is equal to r sin θ cos phi, y is equal to r sin θ sin phi, z is equal to r cos θ. Now if you consider this vector r, the infinitesimal displacement in the r direction, that can be written as dlr, that can be written as dr. Okay, a small displacement along this r direction can be written as dlr, that is simply dr. Next, the second picture, that is infinitesimal element of length in the theta direction. തീറ്റ ഡയറക്ഷനിലുള്ള ഇൻഫിനിറ്റേസിമൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഡി എൽ തീറ്റ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ദിസ് ഈസ് എ ആംഗിൾ d theta and this is a small element of length in the theta direction, that is, let us say this is dl theta.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഡിയസ് r ആണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്ന് നമുക്ക് എഴുതാം. അതായത് ഈ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് നത്തിങ് ബട്ട് ദിസ് ഡി തീറ്റ. ദെൻ ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് അവർ ദിസ് ഡി എൽ തീറ്റ ഫൈ. ഓക്കെ, ഐ വിൽ റീറൈറ്റ് ഹിയർ. ഡി തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് മീൻസ് ഡി എൽ തീറ്റ. Then radius means this is our radius r. So r is a radius. Therefore, dl theta can be written as r d theta. Therefore, here I will write dl theta, that is an infinitesimal element of length in the theta direction, can be written as dl theta is equal to r d theta. Okay, for length element I along theta and r direction. Any infinitesimal element of length in the phi direction in spherical polar coordinate system. That is our next task. That is, in the picture you will see this is a polar angle theta and this is a angle d phi, and the infinitesimal element of length in the phi direction means that is dl phi. One can write from the figure easily, this r sine theta d phi. The general infinitesimal displacement dl in spherical polar coordinate system can be written as dl is equal to dlr plus dl theta plus dl phi. നമുക്ക് എടുത്തിരിക്കുന്ന മൂന്ന് ഇക്വേഷൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. What is dlr? dlr is nothing but dr. dl theta means r d theta. dl phi means r sin theta d phi. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? dr r cap plus dl theta means r d theta along theta direction plus r sin theta d phi along phi direction. Then what will be? This is a length element in spherical polar coordinate system. Length element in spherical polar coordinate system. What about the volume element? Volume element is represented by d tau. d tau നമുക്ക് എങ്ങനെ കാണാം? എന്ത് ചെയ്താൽ മതി? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ dlr along r direction is infinitesimal element of length in the theta direction into length in the phi direction. That is dlr r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dr, dl theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r d theta, dl phi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r sin theta d phi. കാരണം ഈ മൂന്ന് റിസൾട്ട് നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയിട്ടുണ്ട്. Therefore, our d tau can be written as r into r square sin theta dr d theta d phi. This is the volume element in spherical polar coordinate system. This is very important. Several places we will use this equation. Volume element in spherical polar coordinate system. Next, what about the area element? This area can be written as displacement along theta direction into displacement along phi direction.
along r cap. This can be written as r d theta into r sine theta d phi r cap. Or we can write finally dA area element can be written as r square sine theta d theta d phi r cap. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫൈനൽ എക്സ്പ്രഷൻസ് ആണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. This is area element in spherical polar coordinate system. Now we will go to the next part, that is we will write the gradient, divergence, curl and Laplacian in spherical polar coordinates system. That is spherical polar coordinate system we have r, theta and phi 3 coordinates. ഇത് നമ്മൾ ഒരു ട്രിക്കിലൂടെയാണ് നമ്മൾ എഴുതുക. കാരണം ഇത് ശരിക്കും ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേൾ ഡൈവർജൻസ് ഒക്കെ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്, തിയററ്റിക്കൽ പാർട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ട്രിക്കിലൂടെ എങ്ങനെയാണ് ഗ്രേഡിയൻറ്റിൻ്റെയും ഡൈവർജൻസിൻ്റെയും ഒക്കെ ലാപ്ലാഷ്യൻ ഓപ്പറേറ്ററിൻ്റെയും ഒക്കെ ഇക്വേഷൻ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എഴുതുക എന്നുള്ള ട്രിക്കിലൂടെ ഓർത്ത് വെക്കുക. നമുക്ക് ഇതിൻ്റെ ഫൈനൽ എക്സ്പ്രഷനാണ് നമ്മൾ എഴുതാൻ പോകുന്ന റിസൾട്ടുകളാണ് നമുക്കിനി ആവശ്യമുള്ളത്. ലെങ്ത് എലമെൻറ്റ് ആണ് ആദ്യം എല്ലാം, അതായത് ഗ്രേഡിയൻറ്റ് എഴുതാനും ഡൈവർജൻസും കേളും ലാപ്ലാഷ്യനും ഒക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഓർത്ത് വെക്കേണ്ടത് അതിൻ്റെ ലെങ്ത് എലമെൻ്റ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് ഈ കേളും ഡൈവർജൻസും ഒക്കെ എഴുതുക. രണ്ടാമത്തെ കേസിൽ നമ്മൾ എഴുതും സിലിണ്ട്രിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഗ്രേഡിയൻറ്റ്, ഡൈവർജൻസ്, കേള് ഇതൊക്കെ നമ്മൾ എഴുതും. അപ്പോൾ ആദ്യം സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ആയാലും സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആയാലും രണ്ടിൻ്റെ കേസിൽ ലെങ്ത് എലമെൻ്റ് എഴുതുന്നത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക. ലെങ്ത് എലമെൻറ്റ് ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ആർ ആർ ക്യാപ് പ്ലസ് ആർ ഡി തീറ്റ തീറ്റ ക്യാപ് പ്ലസ് ആർ സൈൻ തീറ്റ ഡി ഫൈ ഫൈ ക്യാപ്. ഇത് ഓർത്ത് വെക്കുക. ഇനി ഗ്രേഡിയൻറ്റ് എങ്ങനെ എഴുതാൻ നോക്കാം. ഗ്രേഡിയൻറ്റ് ഓഫ് എനി സ്കേലർ ഫംഗ്ഷൻ ടി ഡെൽ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ളത് ഡി ആർ ആണല്ലോ. അപ്പോൾ ഡെൽ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ ടി, ഡി ആറിൻ്റെ സ്ഥാനത്ത് ഡോ ബൈ ഡോ ആർ എന്നാണ് എഴുതേണ്ടത്. ഇവിടെ ടി വന്നതുകൊണ്ട് നമ്മളിവിടെ ഡോ ബൈ ഡോ ആർ ഓഫ് ടി എന്ന് എഴുതി. പിന്നെ ഇവിടെ വരുന്നത് ആർ ക്യാപ് ഡയറക്ഷൻ പ്ലസ്, ഇനി എന്തെഴുതണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആർ വന്നിട്ടുണ്ട്, ഡി തീറ്റയുടെ കോഎഫിഷ്യൻറ്റ്, അത് നമ്മൾ 1/r എന്നാക്കിയിട്ട് എഴുതാം. ഡി തീറ്റനെ നമ്മൾ ഡോ ബൈ ഡോ തീറ്റ എന്ന് എഴുതാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻ ടി ആയതുകൊണ്ട് ഡോ ടി ബൈ ഡോ തീറ്റ തീറ്റ ക്യാപ് പ്ലസ് ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ആർ സൈൻ തീറ്റ 1/r സൈൻ തീറ്റ എന്നാക്കിയിട്ട് എഴുതാം. പിന്നെ എന്ത് വേണം, ഡി ഫൈ അത് നമുക്ക് ഡോ ബൈ ഡോ ഫൈ എന്നാക്കിയിട്ട് എഴുതാം. പിന്നെ നമ്മൾ എന്താണ് ചെയ്തേണ്ടത്, ഇവിടെ തന്നിരിക്കുന്നത് ടി എന്നുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് ഡോ ടി ബൈ ഡോ ഫൈ എന്ന് എഴുതാം. പിന്നെ തന്നിരിക്കുന്ന യൂണിറ്റ് വെക്റ്റർ ഫൈ ക്യാപ്. ഇപ്പോൾ ഗ്രേഡിയൻ്റ് ആയി, വളരെ സിമ്പിളാണ്. ഇനി ഡൈവേർജൻസ് നോക്കാം നമുക്ക്. ഡൈവേർജൻസ് ഓഫ് എനി വെക്റ്റർ ഡെൽ ഡോട്ട് ഇ, ഇവിടെ എടുത്തിരിക്കുന്ന ഡൈവേർജൻസ് ഓഫ് വെക്റ്റർ ഇ ആണ്. ഇവിടെ എഴുതേണ്ടത് 1/r സ്ക്വയർ ഡോ ബൈ ഡോ ആർ. ശ്രദ്ധിക്കേണ്ട പോയിന്റ്, നമ്മൾ ബ്രാക്കറ്റിൽ എഴുതുന്ന ക്വാണ്ടിറ്റി ശരിക്കും ഇവിടെ ഡി ആർ എന്ന് മാത്രമേ ഉള്ളൂല്ലോ അല്ലേ. ലെങ്ത് എലമെൻറ്റ് ഡി ആർ മാത്രമാണെങ്കിൽ നമുക്കത് മാത്രമായിട്ട് വരണമെങ്കിൽ ഇവിടെ ഒരു 1/r സ്ക്വയർ നമ്മൾ എഴുതി കഴിഞ്ഞു. അതിനെ ക്യാൻസൽ ചെയ്ത് പോകുന്ന രൂപത്തിൽ ആർ സ്ക്വയർ എന്ന് എഴുതാം. പിന്നെ എഴുതേണ്ട ക്വാണ്ടിറ്റി ഇവിടെ ആർ ക്യാപ് അല്ലേ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആർ കമ്പോണൻറ്റ് ദറ്റ് ഈസ് ഇ ആർ പ്ലസ്
ഇനി എന്ത് എഴുതണം? ഇവിടെ ആർ അല്ലെങ്കിൽ ഇവിടെ നോക്കിയാലും മതി, 1/r ഉണ്ട്. ഈ 1/r അതേപോലെ തന്നെ എഴുതാം, സൈൻ തീറ്റ, 1/r സൈൻ തീറ്റ. ഫൈൻ. പക്ഷേ ഇവിടെ ഈ ടൈം നോക്കുകയാണെങ്കിൽ അതിൽ തീറ്റ ഇല്ല. അപ്പം നമ്മളോട് തീറ്റ വെട്ടിപ്പോണം. അപ്പോൾ ഡോ തീറ്റ അതേപോലെ തന്നെ എഴുതാം. എഴുതിയിട്ട് തീറ്റ വെട്ടിപ്പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഈ സൈൻ തീറ്റയും വെട്ടിപ്പോയി. അപ്പോൾ മുമ്പത്തെ പോലെ തന്നെ 1/r തന്നെയായി. 1/r ഡോ തീറ്റ സൈൻ തീറ്റ. പിന്നെ എന്ത് എഴുതണം? തീറ്റയുടെ കമ്പോണൻസ് ഓഫ് ഇയുടെ തീറ്റ കമ്പോണൻസ് മീൻസ് ഇ തീറ്റ പ്ലസ് പിന്നെ എന്താ അവിടെ ഉള്ളത്? 1/r സൈൻ തീറ്റ ഉണ്ട്. 1/r സൈൻ തീറ്റ ഡോ ഫൈ. പിന്നെ എന്ത് എഴുതണം? ഫൈയുടെ കമ്പോണൻസ്, ദാറ്റ് ഈസ് ഇ ഫൈ. ഇയുടെ ഇലക്ട്രിക് ഫീൽഡിനാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ വെക്റ്റർ എനി വെക്റ്റർ ഇ ആണെങ്കിൽ അതിൻ്റെ ഫൈ കമ്പോണൻറ്റ്. ഇതാണ് ഡൈവർജൻസ് തന്നെ എഴുതേണ്ടത്. ഇനി നമ്മൾ കേൾ എങ്ങനെ എഴുതി നോക്കാം. നെക്സ്റ്റ് അവർ എയിം ഈസ് കേൾ. കേൾ മീൻസ് കേൾ ഓഫ് എനി വെക്റ്റർ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് 1/r² സൈൻ തീറ്റ കോമൺ ആക്കിയിട്ട് എടുക്കാം. ഇവിടെ r ക്യാപ് r തീറ്റ ക്യാപ് r അല്ലേ? ഇതെങ്ങനെ എഴുതുന്നേ? ഇവിടെ നോക്കിയാൽ മതി. നമ്മൾ ഡി എൽ വെക്റ്ററിൽ r ക്യാപ് r തീറ്റ, ഇവിടെയോ r സൈൻ തീറ്റ ഫൈ ക്യാപ്, r സൈൻ തീറ്റ ഫൈ ക്യാപ് എടുക്കാം. ഇനിയോ ഡെൽ എഴുതുമ്പോൾ നമ്മൾ സാധാരണ എഴുതാറുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഡോ, ദാറ്റ് ഈസ് ഫസ്റ്റ് ഡോ ആർ. ഇവിടെ എന്ത് വരും? ഡോ തീറ്റ. ഇവിടെയോ ഫൈ കമ്പോണൻ്റ് അല്ലേ? ഡോ ഫൈ. ഇനി വളരെ എളുപ്പമാണ്. ഈ ആറിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻ്റ് എന്താ എഴുതുക? ഈ ആർ. ഇവിടെ ആൾറെഡി ഒരു ആർ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ആർ എഴുതാം. തീറ്റയുടെ കമ്പോണൻസ് മീൻസ് ഇ തീറ്റ. ഇവിടെ ആർ സൈൻ തീറ്റ ഉണ്ടല്ലോ, അതേപോലെ തന്നെ എഴുതാം, ആർ സൈൻ തീറ്റ. പിന്നെ ഇവിടെ എഴുതേണ്ടത് ഫൈ, അതായത് ഇയുടെ ഫൈ കമ്പോണൻറ്റ്. ഇതാണ് ഡെൽ ക്രോസ് ഇ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ, ഡെൽ ക്രോസ് ഇ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? അത് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ഡിറ്റർമിനൻറ്റിൽ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു 1/r സൈൻ തീറ്റ. ഇത് കിട്ടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിപ്പോയതിന് ശേഷം കിട്ടുന്ന ഫൈനൽ ആൻസർ ആണ്. ഡോ തീറ്റ സൈൻ തീറ്റ ഇ ഫൈ മൈനസ് ഡോ ഇ തീറ്റ ബൈ ഡോ ഫൈ r cap plus 1/r 1/sin theta dou er by dou phi minus dou by dou r e phi ബ്രാക്കറ്റ് മൊത്തം ക്ലോസ് ചെയ്തിട്ട് ഒരു ഫൈ ക്യാപ്. അപ്പോൾ ഇവിടെ ആർ ഫൈ, ദിസ് ഷുഡ് ബി ആർ തീറ്റ ക്യാപ്, ആർ തീറ്റ ക്യാപ്, ആറ് ഹൈ തീറ്റ. ഇനി ഒരു ടേം കൂടെ ബാക്കിയുണ്ട് അല്ലേ, ഫൈൻ്റെ, പ്ലസ് 1/r ഡോ ബൈ ഡോ ആർ ആർ ഇ തീറ്റ മൈനസ് ഡോ ഇ ആർ ബൈ ഡോ തീറ്റ ഇൻറ്റു ഫൈ ക്യാപ്. നമ്മൾ ട്രിക്ക് ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക്.
സ്വയം ചെക്ക് ചെയ്ത് നോക്കാം. ലെക്രോസിയെ ഈ ഒരു ഡിറ്റർമിനൻ്റ് ഫോമിലേക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്സ് ചെയ്യുകയാണെങ്കിൽ ഫൈനലി നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ കിട്ടും. del cross E is equal to ഈ എക്സ്പ്രഷൻ. ഇപ്പോൾ del cross E ഇൻ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ അറിഞ്ഞിരിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴും അതുപോലെ ജാം എക്സാമിനേഷനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോമിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി വാട്ട് അബൌട്ട് ദ ലാപ്ലാഷ്യൻ ഓപ്പറേറ്റർ? ദാറ്റ് ഈസ് അവർ ലാസ്റ്റ് കാറ്റഗറി. ലാപ്ലാഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ സ്ക്വയർ ഇ. ഈ ഡെൽ സ്ക്വയർ ഇ എഴുതാൻ വളരെ എളുപ്പമാണ്. നമ്മൾ മുമ്പ് എഴുതിയിരിക്കുന്ന ഡെൽ ഡോട്ട് ഇയുടെ എക്സ്പ്രഷൻ നോക്കിയാൽ മതി. കാരണം ഡെൽ സ്ക്വയർ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ഡോട്ട് ഓഫ് ഡെൽ ഇ ആണ്. ഈ ഡെൽ സ്ക്വയർ ഇൻ്റെ എഴുതണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ എഴുതിയിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ നമുക്ക് നോക്കിയാൽ മതി. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഡെൽ ലാപ്ലാഷ്യൻ ഓപ്പറേറ്റർ നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ലാപ്ലാഷ്യൻ എഴുതാൻ പോവാണ്. ലാപ്ലാഷ്യൻ എഴുതാൻ വളരെ എളുപ്പമാണ്. ഈ ഡൈവേർജൻസിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ലാപ്ലാഷ്യൻ ഓഫ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ സ്ക്വയർ ഇ ആണ്. അതെങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. ഈ ഇക്വേഷൻ നോക്കൂ, 1/r². അതേപോലെ തന്നെ എഴുതാം. 1/r², ഡോ ബൈ ഡോ ആർ, r². ഈ ഇ ആറിൻ്റെ സ്ഥാനത്ത് നമുക്കിതിനെ ഡോ ഇ ബൈ ഡോ ആർ എന്ന് എഴുതിയാൽ മതി. ഡോ ഇ ബൈ ഡോ ആർ പ്ലസ് ഇത് അതേപോലെ 1/r സൈൻ തീറ്റ, ഡോ ബൈ ഡോ തീറ്റ, സൈൻ തീറ്റ ചേഞ്ച് ഈ തീറ്റൻ്റെ സ്ഥാനത്തേക്ക് നമുക്ക് ഇതിനെ എഴുതേണ്ടത് ഡോ ഇ ബൈ ഡോ തീറ്റ പ്ലസ് ഇവിടെ 1/r സൈൻ തീറ്റ അതേപോലെ തന്നെ എഴുതാം. ഇവിടെ ഇ ഫൈൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇതിനെ ഞാൻ ഡോ ഇ ബൈ ഡോ ഫൈ എന്ന് എഴുതുകയാണെങ്കിൽ ഈ ഡോ പിന്നെ വരുമല്ലോ അല്ലേ? അതായത് ഡോ ബൈ ഡോ ഫൈ ഓഫ് ഡോ ഇ ബൈ ഡോ ഫൈ എന്ന് വരും. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും എനിക്ക് ഇതിന്? ഫൈനലി ഡോ സ്ക്വയർ ഇ ബൈ ഡോ ഫൈ സ്ക്വയർ എന്ന് എഴുതാം. ഇതാണ് ലാപ്ലാഷ്യൻ ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൈവേർജൻസും കേളും ഗ്രേഡിയൻറ്റും ഒക്കെ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ തന്നെ ഗ്രേഡിയൻറ്റ്, ഡൈവേർജൻസ്, കേള് ആൻഡ് ലാപ്ലാഷ്യൻ ഇൻ സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റ്സ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ലെങ്ത് എലമെന്റ് എഴുതാൻ പഠിച്ചാൽ മതി. സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ 3 കോർഡിനേറ്റ് r, phi, z. ഫസ്റ്റ് ഒന്ന് ലെങ്ത് എലമെന്റ് എന്താണെന്ന് നോക്കാം. ഇൻ സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് dl can be written as dl dr r cap plus r d phi phi cap plus dz z cap. ഇനി ഗ്രേഡിയന്റ് ഇൻ cylindrical polar coordinates. Gradient of any scalar function delta t, del operator delta t is equal to നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. അതായത് ഡോ ബൈ ഡോ ആർ, ഡി ആർ ആണെങ്കിൽ ഡോ ബൈ ഡോ ആർ എഴുതാം. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ടി ആണെങ്കിൽ ഡോ ആർ ഡോ ടി ബൈ ഡോ ആർ, ആർ ക്യാപ് പ്ലസ് ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് 1/r ആക്കിയിട്ട് എഴുതാം. ഡോ ടി ബൈ ഡോ ഫൈ, ഫൈ ക്യാപ് പ്ലസ് ഡോ ടി ബൈ ഡോ സെറ്റ്, സെറ്റ് ക്യാപ്. പിന്നെ ഡൈവർജൻസ്. ഡൈവർജൻസ് ഓഫ് എനി ഫംഗ്ഷൻ, എനി വെക്റ്റർ ഡെൽ ഡോട്ട് ഇ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിലേക്ക് നോക്കിയാൽ മതി. നേരത്തെ എഴുതിയ പോലെ തന്നെ ഒരു 1/r സ്റ്റാർട്ട് ചെയ്യാം. 1/r ഇവിടെ ഡോ ബൈ ഡോ ആർ ആണല്ലോ.
this dou by dou r. ഈ എക്സ്പ്രഷനിൽ 1/r ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ 1/r-നെ കട്ട് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു r ചേർക്കാം. പിന്നെയോ r കമ്പോണൻറ്റ് തന്നിരിക്കുന്ന വെക്ടർ ഫീൽഡിൻ്റെ r കമ്പോണൻറ്റ് മീൻസ് ഈ r പ്ലസ് ഇവിടെ 1/r ഉണ്ട്, അതേപോലെ തന്നെ നിർത്താം. 1/r ഇവിടെ ടിയുടെ സ്ഥാനത്ത് നമ്മൾ ഡോ ഇ ഏത് കമ്പോണൻറ്റ് ആഡ് ചെയ്യണം? ഡോ ഇ ഫൈ ബൈ ഡോ ഫൈ പ്ലസ് ഇവിടെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഡോ ബൈ ഡോ സെറ്റ് സെറ്റ് കമ്പോണൻറ്റ് ഓഫ് ഇ മീൻസ് ഇ സെറ്റ്. ഇത്രയേ ഉള്ളൂ. ഇനി കേൾ എഴുതുന്നത് എങ്ങനെ നോക്കാം. കേൾ ഡെൽ ക്രോസ് ഇ ആണല്ലോ എഴുതണ്ടേ. നേരത്തെ എഴുതിയ പോലെ തന്നെ 1/r പുറത്തേക്ക് എടുക്കാം. നമുക്കുള്ള കമ്പോണൻറ്റ് എഴുതുമ്പോൾ ഏതൊക്കെ കമ്പോണൻസ് ഉള്ളത്? ആർ കമ്പോണൻറ്റ്, ആർ ഫൈ കമ്പോണൻറ്റ്, സെഡ് അല്ലേ. ദീസ് ആർ ഫൈ സെഡ്. ഡെല്ലിൻ്റെ ഓപ്പറേറ്റർ ഏതൊക്കെ വരും? ഡോ ബൈ ഡോ ആർ, ഡോ ബൈ ഡോ ഫൈ, ഡോ ബൈ ഡോ സെഡ്. ഇനി താഴെ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആർ കമ്പോണൻറ്റ് ഈ ആർ, ഇവിടെ ഒരു ആർ ഉള്ളത് കൊണ്ട് ആർ എഴുതാം. ഫൈ കമ്പോണൻറ്റ് ഈ ഫൈ, ഇവിടെ ഒന്നുമില്ല, സെഡ് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. ഫോർ ഇ സെറ്റ്. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ മൾട്ടിപ്ലിക്കേഷനൊക്കെ നടത്തി ഡിറ്റർമിനൻറ്റ് വാലിഡേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഐ എം ഗോയിങ് ടു റൈറ്റ് ഹിയർ. ഡെൽ ക്രോസ് ഇ will be equal to 1/r dou Ez by dou phi minus dou E phi by dou z r cap plus dou Er by dou z minus dou Ez by dou r phi cap plus 1/r dou by dou r r e phi minus dou er by dou phi z cap. ഓക്കെ, ഇവിടെ വേറെ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓർത്ത് വെച്ചിട്ട് ശരി എഴുതി കഴിഞ്ഞിട്ട് ശരിയാണോ നോക്കാൻ ഈ ഒരു ചെക്കിങ് നടത്തിയാൽ മതി. എന്താണ് ചെക്കിങ്? ഇവിടെ 5 വന്നാൽ ഇവിടെ അതിൻ്റെ ഇ 5 കമ്പോണൻറ്റ് വരും. ഇവിടെ സെറ്റ് വന്നാൽ ഇവിടെ ഇ സെറ്റ്. ഇനി ഇവിടെ ലാസ്റ്റ് അവസാനിക്കുന്നത് സെറ്റിലാണല്ലോ, ഇവിടെ തുടങ്ങുന്നത് സെറ്റിലാണ്. ഇവിടെ സെറ്റ് വന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഇവിടെ സെറ്റ് കമ്പോണൻറ്റിലേക്ക് ഇ സെറ്റ്. സെറ്റ് വന്നാൽ പിന്നെ അടുത്തത് ഇവിടെ 6 ആണ്. കാരണം ഇവിടെ 5 വരില്ല. 5 ഇവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്തു. സെറ്റ് 5Z കോമ്പിനേഷൻ ഇവിടെ വന്നു. പിന്നെ വരിക ZR കോമ്പിനേഷൻ. അങ്ങനെയാണ് ഇവിടെ എന്ത് വരും? ഇനി ബാക്കിയുള്ളത് R5 കോമ്പിനേഷനാണ്. ഇവിടെ 6 വന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇവിടെ എന്ത് വരും? ആറിൻ്റെ ഈ R വന്നു. ഇനി ഇവിടെ എന്ത് ചെയ്യണം? 6 വന്നതുകൊണ്ട് ഈ കമ്പോണൻറ്റ് ഇ ആർ, ഇവിടെ 5 വന്നതുകൊണ്ട് ഇവിടെ കമ്പോണൻറ്റ് ഇ 5. അങ്ങനെ ലോജിക്കലി ഇത് ഓർത്ത് വെക്കാം. അല്ലെങ്കിൽ എല്ലാം കൂടെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 3 ഈ ട്രിക്ക് വഴി നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. ഇപ്പം എല്ലാത്തിൻ്റെയും ലെങ്ത് എലമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ, ഈ ലെങ്ത് എലമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ബാക്കി എല്ലാ ഗ്രേഡിയൻറ്റും ഡൈവേർജൻസ് ഒക്കെകളൊക്കെ എഴുതാൻ പറ്റും. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഒന്നുകൂടെ ബാക്കിയുണ്ട്, ദാറ്റ് ഈസ് ലാപ്ലാഷ്യൻ. ഡെൽ സ്ക്വയർ ഇ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലാഷ്യൻ നമ്മൾ എഴുതുകയാണെങ്കിൽ അത് ഏതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എഴുതാം?
നേരത്തെ എഴുതിയിരിക്കുന്ന ഡെൽ ഡോട്ട് ഇയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഈസി ആയിട്ട് എഴുതാം. ഓക്കെ, ലാപ്ലാഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ സ്ക്വയർ ഇ ആണ്. ഇത് ഇതേപോലെ തന്നെ ഡെൽ ഡോട്ട് ഇയുടെ എക്സ്പ്രഷൻ എന്താണ് അത് നോക്കിയിട്ട് തന്നെ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് 1/r ഡോ ബൈ ഡോ ആർ ആർ ഇ ആറിൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ അതിനെ ഡോ ഇ ബൈ ഡോ ആർ എന്ന് എഴുതാം. പ്ലസ് 1/r ഇ ഫൈയുടെ സ്ഥാനത്തേക്ക് ഡോ ഇ ബൈ ഡോ ഫൈ എന്ന് എഴുതുകയാണെങ്കിൽ ഇതെന്ത് വരും? 2 ഡോ സ്ക്വയർ ഇ ബൈ ഡോ ഫൈ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഈ ടൈമോ ഇ സെറ്റിൻ്റെ സ്ഥാനത്തേക്ക് ഡോ ഇ ബൈ ഡോ സെറ്റ് എന്ന് എഴുതുകയാണെങ്കിൽ ഡോ സ്ക്വയർ ഇ ബൈ ഡോ സെറ്റ് സ്ക്വയർ എന്ന് എഴുതാം. ഇതാണ് ലാപ്ലാഷ്യൻ ഓപ്പറേറ്റർ ഇൻ cylindrical polar coordinates system. Now let us do a problem. എന്താണ് തന്നിരിക്കുന്ന പ്രോബ്ലം? That is, compute the divergence of the function v is equal to r cos theta r cap plus r sin theta theta cap plus r sin theta cos phi phi cap. Fine. Compute the divergence means we have to find del dot v. ഇവിടെ നമുക്കറിയാം r theta phi means that is a spherical polar coordinate system. Therefore, we have to write del dot v in terms of the spherical polar coordinate system. Del dot v in spherical polar coordinate system can be written in this way: 1/r square dou by dou r square vr plus 1/r sin theta dou by dou theta sin theta v theta theta component plus 1/r sin theta dou by dou phi ഇവിടെ എന്ത് വരും? phi component v phi. ഇനി എന്താണ് vr r component എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this is our vr, this is our theta component v theta അല്ലേ? ഫൈയുടെ കൂടെ വരുന്ന ഈ കമ്പോണൻ്റാണ് നമ്മുടെ v phi. This is substitute ചെയ്യാം. that is 1/r square dou by dou r square vr സ്ഥാനത്തേക്ക് നമുക്ക് r cos theta substitute ചെയ്യാം plus 1/r sin theta dou by dou theta sin theta v theta സ്ഥാനത്തേക്ക് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? r sin theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം plus 1/r sin theta into dou by dou phi of v phi സ്ഥാനത്തേക്ക് നമുക്ക് ഈ ടേം r sin theta cos phi സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. r sin theta cos phi. This is equal to എന്താണ് എഴുതുക? 1/r square നമുക്ക് cos theta പുറത്തേക്ക് കൊണ്ടുവരാം. ഡോ ബൈ ഡോ r of r cube എന്ത് വരും? 3r square അല്ലേ? പ്ലസ് 1/r sin theta ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആയതുകൊണ്ട് ഈ ആറിന് പുറത്തേക്ക് കൊണ്ടുവരാം. ഇവിടേക്ക് എത്തി. ഡോ ബൈ ഡോ തീറ്റ ഓഫ് സൈൻ സ്ക്വയർ തീറ്റ 2 സൈൻ തീറ്റ, തീറ്റയുടെ ഡിഫറൻഷിയേഷൻ കോസ് തീറ്റ, therefore into 2 sin theta cos theta plus 1/r sin theta into differentiation with respect to phi, therefore r sin theta is constant, take it outside. R sin theta differentiation of cos phi means minus sin phi. Now few quantities will cancel out. R cap r square cancel ആയി.
Therefore, this is 3 cos theta. Here r cancel I, sin theta cancel I, plus 2 cos theta plus here r sin theta cancel I. This is minus sin phi. 3 cos theta plus 2 cos theta, that is 5 cos theta minus sin phi. This is the answer. Okay, thank you very much for watching this video.